ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒരു ചുരിദാർ തയ്യൽ മെഷീൻ ഇല്ലാതെ എങ്ങനെ തയ്ക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു നൈറ്റിയൊക്കെ തയ്ക്കണം എന്നുള്ളത് അല്ലെ. പക്ഷേ നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റില്ല അല്ലെ. അപ്പോൾ ഞാൻ ഇന്ന് തയ്യൽ മെഷീൻ ഉപയോഗിക്കാതെ എല്ലാവർക്കും പെട്ടെന്ന്, അതായത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു സാധാരണ ചുരിദാർ അല്ലെങ്കിൽ ഒരു കുർത്തി അല്ല ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഫാഷനൊക്കെ ആയിട്ടുള്ള, കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയൊക്കെയുള്ള റെഡിമെയ്ഡ് പോലെ തോന്നിക്കുന്ന ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ഒരു തയ്യൽ ചാനലാണ്. അപ്പോൾ തയ്യൽ ചാനലാകുമ്പോൾ നമുക്ക് മിഷൻ, അതുപോലെ കത്രിക, ടേപ്പ്, തയ്യൽ ചോക്ക്, ഇങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 2 ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ഇതുപോലത്തെ ലേസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇതിന് പറഞ്ഞ പേരാണ് ലേസ്. അപ്പം തിന്നുന്ന ലേസ് അല്ല കേട്ടോ, ഇത് തുണി ലേസ് ആണ്. അപ്പൊ ഇത് എവിടെ കിട്ടും എന്ന് കുറേ പേര് ഇപ്പൊ ചോദിക്കും. ഇപ്പൊ നമ്മുടെ ലേഡീസിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകുന്ന ഫാൻസി കടയിലെ, അതായത് ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും. എല്ലാ കടയിലും കിട്ടില്ല, കുറച്ച് അത്യാവശ്യം കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉള്ള കടയിലൊക്കെ കിട്ടും. പിന്നെ മിഷന്റെ തന്നെ ബട്ടൺസ്, അങ്ങനെ പല പല ഐറ്റംസ് കിട്ടുന്ന കടകളിലും ഇതുപോലത്തെ ലേസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് മീറ്ററിന് 10 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ചില കടകളിൽ 20 രൂപയൊക്കെ ആവും. അപ്പൊ നിങ്ങൾ നോക്കി മേടിക്കുക കേട്ടോ, വലിയ വിലയൊന്നും വരത്തില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു ലേസ് നിങ്ങൾ 1 മീറ്ററും കൂടെ വാങ്ങിച്ചോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നുമ്പോൾ ചെയ്യാലോ. പിന്നെ വേണ്ടത് തുണിയാണ്. അപ്പോൾ തുണി ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോയി നല്ല തുണിയൊന്നും കട്ട് പീസ് ആയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ നമ്മുടെ അമ്മയുടെയൊക്കെ പഴയ സാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരു സാരി എടുക്കുക. ഏത് തരം സാരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ കോട്ടൺ, ഇല്ലെങ്കിൽ പോളിസ്റ്റർ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇന്നിപ്പോ കുറച്ച് തളർന്ന മോഡൽ സാരിയാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ എടുക്കുമ്പോൾ റഫ് ആയിട്ടുള്ള കോട്ടൺ വേണ്ട. ചില കോട്ടൺ കണ്ടിട്ടില്ലേ, ഉടുത്ത് കഴിയുമ്പോൾ വടി പോലെ ഇങ്ങനെ നിൽക്കും. ആ ഒരു തുണി നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാര്യം നമ്മൾ ഇത് കൊണ്ടിട്ട് ഒരു ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കഴിയുവാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. നമ്മളും ഇങ്ങനെ ഒരു വടി പോലെ അങ്ങ് നിൽക്കും. കുറച്ച് തളർന്ന സോഫ്റ്റ് കോട്ടൺ ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു തുണിയാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ധൈര്യമായിട്ട് പോളിസ്റ്ററോ നൈലോണോ എന്ത് വേണമെങ്കിലും എടുത്തോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് തുണിയൊന്ന് മടക്കി വെക്കണം, എന്നാലേ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ആദ്യമേ പറഞ്ഞു, എൻ്റെ തയ്യലിന് ഉപയോഗിക്കുന്ന കത്രിക, ചോക്ക്, ടേപ്പ് ഇതൊന്നും ഉപയോഗിക്കാതെയാണ് കാണിച്ചു തരുന്നത്. കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷെ തയ്ക്കുന്നവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സാരി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാരിയുടെ 2 ബോർഡറിലും ഇതുപോലത്തെ ഡിസൈൻ ഉണ്ട്. ഇത് താഴെ വശം, ഇത് മുകൾ വശം, ഇങ്ങനെയുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇനിയിപ്പോ ബോർഡർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചിലവർക്ക് സംശയം വരും, അയ്യോ ചേച്ചി ഞാൻ എടുത്ത സാരിയിൽ ബോർഡർ ഉണ്ടല്ലോ അല്ലെങ്കിൽ മുന്താണി ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് മുന്താണി വേണ്ട കേട്ടോ. ഇത് മുന്താണിയുടെ ഭാഗമാണ്. ഞാൻ കുറച്ച് കട്ട് ചെയ്തങ്ങ് മാറ്റി. മുന്താണി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് മടക്കി ഇടുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടായിട്ട് നമ്മളൊരു തുണി വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുണിയുടെ ഇതാണ് തുണിയുടെ നീളം, ഇതാണ് തുണിയുടെ വീതി. വീതിയിലേക്കാണ് ഇങ്ങനെ അങ്ങ് നമ്മൾ മടക്കി എടുക്കാൻ പോകുന്നത്. രണ്ടാക്കി നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ സാരി നമ്മൾ ഇങ്ങനെ കൂടെ 2 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ടിങ് വരാൻ പാടില്ല, അതായത് ഓപ്പണിങ് വരാൻ പാടില്ല. ഈ ഭാഗത്താണ് നമുക്ക് 2 ഓപ്പണിങ് ആയിട്ട് ഉള്ളത്. ഇനി നമ്മൾ നേരെ ഈ മുകൾ ഭാഗം നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. തുണി ഏറ്റവും താഴെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോട്ടോ, ഏറ്റവും താഴെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇതാണ് നമ്മളുടെ ഷോൾഡറിന്റെ ഭാഗം. ഇവിടെ കട്ടിങ് വരാൻ പാടില്ല, കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കട്ടിങ് ഇല്ല. ഇനി ഈ ഭാഗമാണ് നമ്മുടെ കുർത്തിയുടെ സെന്റർ ആയിട്ട് വരുന്ന ഭാഗം. ഇവിടെ നമുക്കിങ്ങനെ 2 ഓപ്പണിംഗ് ആയിരിക്കണം തുണിക്ക് ഉണ്ടാവേണ്ടത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് 4 ഓപ്പണിംഗ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തോ, 1 2 3 4, ഇതുപോലെ 4 ഓപ്പണിംഗ് ആണ് നമുക്ക് വേണ്ടത്.
അപ്പൊ നമ്മൾ തുണി കറക്റ്റ് അളവിൽ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാറാണ്. അപ്പൊ ചുരിദാർ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ സ്ലിറ്റ് ഉള്ള എടുക്കാം, ഇനി അതും അല്ലെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്തതോ, ഇനി അതും അല്ലെങ്കിൽ ഒരു നൈറ്റി ആണെങ്കിലും മതി. നമ്മുടെ കറക്റ്റ് ഫിറ്റിലുള്ള ഒരു ചുരിദാർ ആയാൽ മതി. ഇത് നമുക്കൊന്ന് രണ്ടാക്കി മടക്കി എടുക്കണം. അപ്പൊ മടക്കി എടുക്കാൻ നേരത്ത് ഞാനിപ്പോ ഈ ടോപ്പിന്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താ ഇതുപോലെ ഇങ്ങനെ നല്ല വശമാണ്, ഉൾവശമൊന്നും അല്ല വെച്ചിരിക്കുന്നത്. നല്ല വശം വെക്കാം. ഇതാണ് ഫ്രണ്ട്, ഇതാണ് ബാക്ക്. ഈ ഫ്രണ്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമുക്ക് എടുക്കാം. രണ്ടായിട്ട് ഇങ്ങനെ അങ്ങ് മടക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ എല്ലാവരും തന്നെ 3/4 സ്ലീവ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടിട്ട് എൻഡെങ്കിൽ 3/4 സ്ലീവ് അളവിലുള്ള ഒരു ടോപ്പ് അങ്ങോട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഷോൾഡർ ഇങ്ങനെ അങ്ങ് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സ്ലീവും കറക്റ്റ് അളവില് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു അളവ് ചുരിദാറ് നേരെ നമ്മൾ ഈ തുണിയുടെ മീതേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാം. ഇത് തുണി കുറച്ചൊന്നും മാറിപ്പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് അളവാക്കി കൊടുക്കണേ. ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് അളവിലുള്ള ചുരിദാറ് ഈ തുണിയുടെ മീതേക്ക് ഇട്ട് കൊടുക്കാം. മീതേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ 2 ലെവലും കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ ഭാഗം നമ്മുടെ തുണിയുടെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴേക്കുള്ള ഭാഗമൊക്കെ കറക്റ്റ് അളവിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഈ സ്ലീവിന്റെ ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് തുണിയുടെ മീതെ അളവ് ടോപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് തയ്യലിന് ഉപയോഗിക്കുന്ന ചോക്ക്. 2 രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം, വലിയ കഷ്ണമാണ്, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒടിഞ്ഞ കഷ്ണമാണ് ഉള്ളത്. ഇതുപോലത്തെ ചോക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ ഒരു കഷ്ണം മെഴുകാണെങ്കിലും മതി. ഇനി അതുമല്ലെങ്കിൽ പേന വെച്ചിട്ടാണെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മെഴുക് തിരി വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ ചെസ്റ്റിന്റെ ഭാഗം. ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് സീം അലവൻസിൽ, നമുക്ക് സീം അലവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ, കാരണം നമുക്ക് കുറച്ച് ലൂസ് വേണ്ടേ. 1 ഇഞ്ച് ലൂസിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ സ്ലീവ് കൈയിന്റെ ഈ ഭാഗത്തും 1 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് എടുക്കണം. ഞാൻ കറക്റ്റായിട്ട് മെഴുകുതിരി കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ബാക്കിലെ നെക്ക്. ബാക്കിലെ നെക്ക് എപ്പോഴും കുറച്ച് ചെറുതായിരിക്കും, പക്ഷെ ഫ്രണ്ടിലെ നെക്ക് ഇത്രയുണ്ട്. നമുക്കൊന്ന് കൈ വെച്ചിട്ട് തടയുമ്പോൾ അറിയാൻ പറ്റും. ഇത്രയാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കിന്റെ കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക. സെയിം അതേപോലെ തന്നെ ഇതാണ് ബാക്ക് നെക്ക്. അതിന്റെ തൊട്ടു മുകളിലായിട്ട് ഇതുപോലെ ഒരു മാർക്കിങ്, കുറച്ച് തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ നെക്കിന്റെ ഒരു ഗ്യാപ്പ് വരുന്നത്. വീതി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കറക്റ്റ് അളവ് ഇവിടെയാണ് വരുന്നത്. അതിക്ക് തൊട്ടിപ്പുറത്തായിട്ട് ഒരു 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. എന്നാലും നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഇതിന്റെ മീതെ കൂടെ ഇതേ അളവിൽ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുവാണ്. കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കണേ. കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, കറക്റ്റ് നെക്കിനെ കൂടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അളവ് ടോപ്പ് അങ്ങോട്ട് മാറ്റാം. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് വരച്ചെടുക്കാം. വളരെ ഈസിയാണ്. ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് ഈ മാർക്കിങ്ങിലേക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ കത്രിക വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ തയ്യലിന് ഉപയോഗിക്കുന്ന കത്രിക ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കത്രികയാണ് ജുപ്പിറ്ററിന്റെ കമ്പനി കത്രികയാണ് ഉപയോഗിക്കുന്നത്. 10 ഇഞ്ച് സൈസിന്റെ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല കത്രികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. നല്ല മൂർച്ചയാണ്, പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആയി പോകത്തില്ല. സാധാരണ കത്രികയ്ക്ക് വളരെ സൗണ്ട് ആയിരിക്കും അല്ലേ, പക്ഷെ ഇത് നല്ലൊരു കമ്പനിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൈക്ക് തഴമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അത് ഞാൻ വീട്ടിൽ മീനൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയില്ലേ, അത് വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കഷ്ണം നമ്മുടെ കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് കറക്റ്റ് ഇതിന്റെ മീതെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു കഷ്ണമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ കുറച്ചുകൂടി നമ്മൾ ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രം
അത് മാത്രം നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഈ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിൽ നമ്മൾ ചെറിയ നെക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ബാക്ക് നെക്ക്, ഇതാണ് ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് താഴത്തേക്ക് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അതേ നമ്മൾ കുർത്തി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ താഴെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാം. ഓപ്പൺ ചെയ്തിട്ട് ഞാനിതിൻ്റെ മീതെ ഒന്ന് വിരിച്ച് കാണിച്ചു തരാമേ. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തെടുത്ത കുർത്തിയുടെ പാറ്റേൺ ആണ് ഈ കാണുന്നത്. സ്ലീവിൻ്റെ താഴെ ഭാഗമൊക്കെ നമ്മളായിട്ട് ഡിസൈൻ ചെയ്തതല്ല, സാരിയുടെ ആ ബോർഡർ ആണ് 2 സ്ലീവിൻ്റെയും താഴെയുള്ളത്. പിന്നെ സൈഡിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല തുണിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ളൊരു പഴയ സാരി വെച്ചിട്ട് ചെയ്ത് നോക്കാം. സക്സസ് ആയിരിക്കും, 100% ഉറപ്പാണ്. അതിനുശേഷം നിങ്ങൾ നല്ല ഒരു കട്ട് പീസ്, അതായത് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കുക, അതിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചുരിദാർ തയ്യൽ മെഷീൻ ഇല്ലാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അല്ലേ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്, ഇതാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഈ ഒരു ഭാഗം എടുക്കുക, അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തുടങ്ങുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതാണ് നമ്മുടെ ഷോൾഡർ. പിന്നെ ഉള്ളത് നമുക്ക് താഴത്തേക്ക് സ്ലീവാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് കൊടുക്കുക. എന്നിട്ട് കത്രിക എടുക്കുക. കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലത്തെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും നമുക്കൊന്ന് ചെയ്യണം. ഇവിടെ നിന്നാണ് ബാക്ക് നെക്ക്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു കട്ടിങ് മതി, ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തുണി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത്, അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തുണി ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ ദേ ടോപ്പിന്റെ നല്ല വശമാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിന്റെ ഉൾവശം കേട്ടോ. അപ്പോൾ നല്ല വശം വേണം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെന്തായാലും തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ദേ ഇതുപോലത്തെ ഗ്ലൂ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫാബ്രിക് ഗ്ലൂ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതാണെങ്കിലും മതി. ഇതുപോലത്തെ ഗ്ലൂ വാങ്ങിക്കാൻ കിട്ടും. ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം, പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് ഗം ഒന്ന് തേച്ച് കൊടുക്കുക. വളരെ കുറച്ച് മതി, കട്ടിക്കൊന്നും ഉപയോഗിക്കരുത്. നെക്കിന്റെ ഭാഗത്ത് കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ വളരെ നൈസായിട്ട് കുറച്ചിങ്ങനെ ഗമ്മ് തേച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം. ഒട്ടുന്ന കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടി കിട്ടും. ഫാബ്രിക് ഗ്ലൂ ആണെങ്കിൽ കുറച്ച് സമയം കഴിയും കേട്ടോ ഒട്ടി കിട്ടാനായിട്ട്. ഇതുപോലെ നമുക്കങ്ങ് ഒട്ടി കിട്ടും. അറ്റം വരെ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചെടുക്കുക. അതിനാണ് നമ്മൾ ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തത്. എന്നിട്ട് ഈ ഭാഗം വരുമ്പോൾ ഇതും ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ പശ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ചില ഭാഗത്തൊന്നും ഒട്ടിയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇത് സൂചി നൂലും കൊണ്ടത് തയ്ച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെ ലേസ് എടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ലേസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലത്തെ ലേസ് വേണമെങ്കിലും വാങ്ങിക്കാം. ഇതാകുമ്പോൾ ഇതുപോലത്തെ ഒരു മോഡൽ ലേസ് ആണ്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ലേസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഈ അറ്റത്ത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സൂചിയും നൂലിലും തയ്ച്ചു കൊടുക്കുക. ഇത് ഗം വെച്ച് ഒട്ടിക്കരുത്. കാര്യം നമ്മൾ അലക്കാൻ നേരത്ത് ഗം ആണെങ്കിൽ വിട്ടുപോകും. സൂചി നൂലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ച് എടുക്കണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. ഇപ്പൊ നമ്മള് ലേസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. സൂചി നൂലിൽ ഒന്ന് കോർത്തെടുക്കാം. ഇനി നമുക്കിതിന്റെ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ വീണ്ടും നമുക്കിതിന്റെ ഉൾഭാഗം എടുക്കാം. ഉൾഭാഗം എടുത്തിട്ടാണ് നമ്മൾ സൈഡ് ഒന്ന് തയ്ച്ച് എടുക്കാൻ പോകുന്നത്. അതാ ഉൾഭാഗം നമ്മൾ കൂട്ടിയെടുക്കുമ്പോഴാണെങ്കിലും ഇത് ഉൾവശമാണ്, ഇതാണ് ടോപ്പിന്റെ നല്ല വശം. ഈ സൈഡിൽ നമ്മുടെ ഈ സ്ലീവിന്റെ ഈ സൈഡിൽ കുറച്ച് ഗം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ആദ്യമേ ഒന്ന് ഒട്ടിച്ച് നിർത്താം. എന്നിട്ട് സൂചി നൂലിലും തയ്ച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതുപോലത്തെ സാരിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെ. ഒട്ടി കിട്ടുമ്പോൾ നമുക്ക് ഇനി ഇതിന്റെ മീതെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതേ അറ്റം വരെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം. അപ്പൊ ഞാൻ എന്താ ഇവിടം വരെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് നിർത്തുക. ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് നിർത്താം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് സൂചി നൂലിലും തയ്ക്കാനായിട്ട്. അപ്പൊ തയ്ക്കുമ്പോഴേ ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാം. ഇവിടെ നിന്ന് ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട്
സൂചി എടുത്തിട്ട് ദാ ഇങ്ങനെ തയ്ക്കുക കേട്ടോ. അതായത് ദേ ഇങ്ങനെ അങ്ങ് തയ്ച്ചെടുക്കാം. ഇങ്ങനത്തെ ഇഴ വേണം നമുക്കങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇടക്കിടക്ക് ഒന്ന് കെട്ടിട്ട് കൊടുത്തു. ദാ ഇങ്ങനത്തെ ഇഴ ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ തുണിയുടെ മീതെ തയ്ക്കണ്ട, ഈ 2 തുണിയും കൂടെ കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തയ്ച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്നും ഈ സ്റ്റിച്ച് വിട്ട് നമുക്ക് പോകത്തില്ല. ഇങ്ങനെ അപ്പോൾ ഉള്ളിലാണെങ്കിലും നമുക്ക് നല്ല ഫിനിഷ് ആയിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 സൈഡും ഇതുപോലെ ചെയ്തെടുക്കണം. 2 സൈഡും ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് താഴെ ഭാഗമാണ്. അപ്പോൾ താഴെ ഭാഗം ചെയ്യുമ്പോൾ ആദ്യമേ ഇതിന്റെ കുറച്ച് ഗം ഒന്ന് തേച്ച് വെക്കുക. തേച്ച് വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതായത് താഴെ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ രണ്ടാമത്തേത് നമ്മളിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെ, നമ്മുടെ ചുരിദാറിന്റെ ഫുൾ സ്റ്റിച്ച് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ദേ നമ്മുടെ നെക്കാണ് ഈ കാണുന്നത്. അതുപോലെ സ്ലീവ്, സൈഡ് ഒക്കെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നെക്കിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാം. അധികം കടുപ്പിക്കാനും വേണ്ട, ചെറിയൊരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അതെ, ചെറിയൊരു ലൈൻ നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ലേസ് എടുക്കാം. ഈ ബാക്കിയുള്ള ലേസ് എടുത്തിട്ട് ഇതിന്റെ ഈ താഴെ ഭാഗമില്ലേ, ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി എടുക്കണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതിനൊരു ഷേപ്പില്ല, ഇതാ കണ്ടില്ലേ, ഷേപ്പില്ല. അതങ്ങോട്ട് മാറ്റി എന്നിട്ട് ഞാൻ കത്രിക ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ല മൂർച്ചയുള്ള കത്രികയാണ്. ഇതുപോലെ ഒരു ഫ്ലവർ മോഡലില്, ഇതാ കണ്ടോ, ഒരു ഫ്ലവർ മോഡലില് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഇവിടെ കുറച്ച് ഇങ്ങനെയുണ്ട്, അതൊക്കെ വേണമെങ്കിൽ മാത്രം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഡിസൈൻ ആയില്ലേ. ഇത് നമുക്ക് ടോപ്പിന്റെ ഈ വരച്ചിരിക്കുന്ന ഭാഗത്തിന് മേളിൽ അവിടെ അവിടെയായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കൈക്ക് തയ്ച്ചു വെക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ട് ഭാഗം നോക്കി നമ്മളിങ്ങനെ അങ്ങോട്ട് ചെറിയ ചെറിയ പൂക്കളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ അവിടെയായിട്ട് ഫ്രണ്ടിൽ മാത്രം, അതും നെക്കിന്റെ കുറച്ച് താഴത്തേക്ക് മാത്രം ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചുരിദാറിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടോ. നമ്മളൊരു തയ്യൽ മെഷീനൊന്നും ഇല്ലാതെയാണ് ഇത്ര ഭംഗിയുള്ള ഒരു ഫാഷൻ കുർത്തി നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഒരു പഴയ സാരി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കുർത്തി ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതേ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കുർത്തിയാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്